ഹലോ നമസ്കാരം. അങ്ങനെ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴാണെന്നുണ്ടെങ്കിൽ പുന്നയാർ വാട്ടർഫാൾസ് കാണാൻ പോവുകയാണ്. കഞ്ഞിക്കുഴിക്ക് സമീപമായിട്ടുള്ള പുന്നയാർ വാട്ടർഫാൾസ്. അപ്പോൾ നമ്മൾ സ്കൂട്ടറാണ് യാത്ര ചെയ്യുന്നത്. കൂടെയാണെങ്കിൽ അച്ഛനാണെന്നുള്ളത്, എല്ലാ പ്രാവശ്യമാണെങ്കിൽ കൂട്ടുകാർക്കാണ് കൂടെയുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാളിയാർ എസ്റ്റേറ്റിലാണ്. അപ്പോൾ കാളിയാർ എസ്റ്റേറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഫുള്ള് റബ്ബറൊക്കെ വെട്ടിയിട്ട് കന്നാരയൊക്കെ വെച്ചേക്കുവാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതോ മൂന്നാറിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ്. അതേപോലെയാണ് ഇപ്പം കന്നാരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാളിയാർ എസ്റ്റേറ്റിൻ്റെ ഡ്രോൺ ഷോട്ടൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ വണ്ണപ്പുറം ടൗൺ എത്തിയിരിക്കും കേട്ടോ. നമുക്കിവിടെ തിരിഞ്ഞ് മുണ്ടമൂടി വഴിയാണ് നമുക്ക് കഞ്ഞിക്കുഴി പോകേണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ആവശ്യമുള്ള പെട്രോളൊക്കെ അടിച്ചു. അപ്പോൾ നമുക്കിനി യാത്ര വീണ്ടും തുടരാം. വണ്ണപ്പുറത്ത് നിന്ന് 21 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നല്ല കുത്തനെയുള്ള കയറ്റം കയറി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നേരെ ബാക്ക് സൈഡിൽ കാണുന്നത് കോട്ടപ്പാറ ഹിൽസ് ആണോ. അപ്പോൾ നമ്മൾ നേരത്തെ പെട്രോളൊക്കെ അടിച്ച് അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 4 കിലോമീറ്ററാണ് അങ്ങോട്ട് പോകാനുള്ള ദൂരം. കണ്ടോ, ഓട്ടോയ്ക്കാണെങ്കിൽ കരഞ്ഞ് പിഴിഞ്ഞ് കയറി പോകുന്നുണ്ടോ. പാവം നമ്മുടെ റേസിട്ടാണെങ്കിൽ വലിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാനിപ്പം കുറച്ച് ദൂരം നടക്കുവാണ്. എന്നാ വലിയ ഹെയർപിൻ്റെ നോക്ക്. ഇങ്ങനത്തെ ഹെയർപിന്നൊക്കെ ആണെങ്കിൽ ഞാൻ മസിനഗുഡിയിലാണ് കണ്ടിട്ടുള്ളൂ കേട്ടോ. മസിനഗുഡിയിൽ നമ്മൾ ഊട്ടിക്ക് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഹെയർപിന്നൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ആ മേളത്തെ ഈ കാണുന്ന കെട്ടിൻ്റെ മേളത്തെ വഴി കൂടെയാണ് പോകേണ്ടത്. കയറ്റം തീർന്നു തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കാറിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്പോട്ട് വരെ നിങ്ങൾക്ക് വരാൻ പറ്റും. ഈ കിടക്കുന്ന കാറൊക്കെ കാണുന്ന സ്പോട്ട് വരെ നിങ്ങൾക്ക് വരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 500 മീറ്ററും കൂടെ നിങ്ങൾക്ക് താഴേക്ക് ബൈക്ക് കൊണ്ട് പോകാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടന്നു പോകാനുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഈ കാണുന്ന വഴി കൂടെ വേണം നമുക്ക് നടന്നു പോകാൻ വേണ്ടി. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അത് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് ഭാഗം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തേക്ക് പോകുന്ന വഴിക്കായിട്ട് തന്നെ ഒരു വ്യൂ പോയിൻറ്റ് കാണാൻ പറ്റും. പെരിയാർ നദിയുടെ ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 2 മലയിടയിലൂടെ പെരിയാർ നദി ഇങ്ങനെ ഒഴുകുന്ന നല്ലൊരു വ്യൂ കാണാൻ പറ്റും. വ്യൂ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. നല്ല കൊക്കെയുള്ള സ്ഥലമാണ്. അപ്പം വ്യൂ കാണുമ്പോൾ സൂക്ഷിച്ച് കണ്ട് നിൽക്കുക കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്ക് വന്നപ്പോൾ നല്ല തിരക്കാണ്. ആൾക്കാരുടെ ഒഴുക്കെന്ന് പറയാം, അതുപോലത്തെ തിരക്കാണ് ഇപ്പം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ ഈ വെള്ളച്ചാട്ടം എന്ന് പുറം ലോകം അറിഞ്ഞിട്ട്. ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും വെള്ളച്ചാട്ടം. ഇതിപ്പോൾ വൈറലായി വന്നിരിക്കുന്നത് നമ്മുടെ ഇടുക്കിക്കാരുടെ ആതിരപ്പള്ളി എന്നാണ് പറയുന്നത്. ശരിക്കും ആതിരപ്പള്ളി പോലെ ഉണ്ട് കേട്ടോ. അമേസിങ്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ കാഴ്ച അവിടെ പോയി കാണാം. പിന്നെ കിടിലൻ ഡ്രോൺ ഷോട്ടുകളും കാണാം.
അടിപൊളി സ്ഥലമാണ്. നമ്മുടെ ഇടുക്കിക്കാരുടെ ആതിരപ്പള്ളി എന്ന് പറഞ്ഞതിന് തെറ്റൊന്നുമില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായ രീതിയിൽ ചാടുന്ന വെള്ളച്ചാട്ടമാണ്. നോക്ക്, ആ വെള്ളച്ചാട്ടത്തിന് അടിയിൽ പോയി നിന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷേ നല്ല വഴുക്കലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എന്തായാലും കയറുന്നില്ല. നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടം പോലെ തന്നെ തൊട്ടിപ്പറിയായിട്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലാണ് നമ്മുടെ തലയിലോട്ടൊക്കെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. നനഞ്ഞ് കുളിച്ചു. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണുന്ന ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇനി വേനൽക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ കുറയും. പിന്നെ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല അതിൽ. അപ്പോൾ പുന്നയാർ വെള്ളച്ചാട്ടത്തെ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് സെക്ഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റു വീഡിയോസ് കാണാം. ബൈ ബൈ.